കുടുംബങ്ങളെ ഇടവ വിശ്വാസം കുറയും. എല്ലാവർക്കും ക്രിസ്തുവേശുവിൽ സ്നേഹവന്ദനം അറിയിക്കുക. ഇന്ന് ലോകത്തിൽ നോക്കുമ്പോൾ കർഷകരും ദുഃഖങ്ങളും മാത്രമേ ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റുള്ളൂ. പോലെ നമ്മുടെ നാട്ടിലെ വയനാടിൻ്റെ വലിയൊരു അനുഭവം. എത്രയോ കുടുംബങ്ങൾ ദുഃഖത്തിലായിരിക്കും, എത്രയോ പേര് രോഗങ്ങളിൽ നിന്ന് മാറ്റപ്പെട്ടു. എല്ലാവരും ഈ ദുഃഖത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഇന്ന് പ്രിയപ്പെട്ടതിൻ്റെ വേർപാട് ആ കുടുംബത്തെയും അതോടൊപ്പം ഇടവകയിൽ അപേക്ഷമായിട്ട് ബന്ധപ്പെട്ടവരുടെ എല്ലാവർക്കും ദുഃഖത്തിൻ്റെ അനുഭവത്തിലൂടെ കടന്നു പോകുന്നു. ജീവിതത്തിനും തൊഴിലാളികളൊക്കെ സംസാരിച്ചപ്പോൾ പറഞ്ഞതുപോലെ അപ്പനെ കാണാൻ ചെന്നു കഴിഞ്ഞാൽ ദൈവവചനമല്ലാതെ മറ്റൊന്നും പറയാറില്ല. എപ്പോൾ ചെന്നാലും വിശ്വാസത്തിന്റെ അല്ലെങ്കിൽ പ്രത്യാശയുടെ വചനമില്ലാതെ അപ്പച്ചനൊന്നും പറയുകയില്ല. രോഗാവസ്ഥയിലായിരുന്നപ്പോഴും അക്ഷരം അല്ലെങ്കിൽ ശബ്ദം വ്യക്തമല്ലാത്തപ്പോഴും ദൈവവചനമല്ലാതെ ഒന്നും സംസാരിക്കുന്നത്. ആ ഒരു രീതിയിലാണ് അപ്പച്ചൻ്റെ ജീവിതവും പ്രവർത്തനവും എല്ലാം ഇതുവരെ നമ്മൾ കണ്ടത്. അതുപോലെ ഈ അപ്പച്ചൻ്റെ ജീവിതത്തിൽ മക്കൾക്ക് തന്നിട്ടുള്ള ഉപദേശങ്ങൾ, നല്ല മാതൃകകൾ ഒക്കെ പിൻപറ്റി ജീവിക്കാൻ തക്കോണം കുടുംബത്തോടെ എല്ലാവർക്കും വഴിയാകുന്നുണ്ടെന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുക. ഒരു നല്ല ജീവിതം പറഞ്ഞ സുവിശേഷകൻ മറന്നാലും ഒരു സുവിശേഷകൻ എന്ന് പറഞ്ഞതുപോലെ അപ്പച്ചൻ ഒരു നല്ല സുവിശേഷകനായി പ്രവർത്തന മേഖലയിലും എല്ലാം ജീവിച്ചു വ്യക്തി.